ബംഗാൾ തെരഞ്ഞെടുപ്പിനായി CPIM-മായി കൈകോർക്കണമെന്ന് കോൺഗ്രസ് സംസ്ഥാന ഘടകം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടതായി PCC അധ്യക്ഷൻ ആദിർ രഞ്ജൻ ചൗധരി റിപ്പോർട്ടറോട്. ബംഗാളിലെ സവിശേഷ സാഹചര്യം കോൺഗ്രസ് കേരള ഘടകം മനസ്സിലാക്കണം. സഖ്യമാണോ ധാരണയാണോ നല്ലതെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗാളിൽ ധാരണയുണ്ടാക്കുന്നതിനായി കോൺഗ്രസുമായി ചർച്ച നടത്തിയതായി കഴിഞ്ഞ ദിവസം ഹൗറയിൽ നടന്ന റാലിക്കിടെ CPIM സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത് മിശ്ര വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CPIM-മായി കൈകോർക്കുന്നതിന് ഹൈക്കമാൻഡിനുമേൽ കോൺഗ്രസ് സംസ്ഥാന ഘടകം സമ്മർദ്ദം ശക്തമാക്കുന്നത്. തൃണമൂൽ സർക്കാരിനെ താഴെയിറക്കാൻ CPIM-ഉം കോൺഗ്രസും ഒന്നിക്കണമെന്നാണ് താഴെത്തട്ടിലെ പ്രവർത്തകരുടെ വികാരം. ഇത് പരിഗണിച്ച് ഹൈക്കമാൻഡ് എത്രയും വേഗം ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്ന് PCC അധ്യക്ഷൻ ആദിർ രഞ്ജൻ ചൗധരി പറഞ്ഞു. Grassroots Congress workers, grassroots CPM workers, where both of them have been subjected to CPI violence and atrocities led by Trinamool. They are eager to join with themselves again to fight against the TMC regime. So this is the common refrain of the grassroots workers, those who belong to both Congress and CPM party. കേരളത്തിൽ CPIM-ഉം കോൺഗ്രസും പ്രതിയോഗികളാണെന്നത് ധർമ്മസങ്കടമുണ്ടാക്കുന്നുണ്ടെങ്കിലും പാർട്ടി സംസ്ഥാന ഘടകം ബംഗാളിലെ സവിശേഷ സാഹചര്യം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. It is a great dilemma. We have been landed in a great quandary due to this. You rightly pointed out, but the situation in Bengal is quite different. ബംഗാളിൽ ധാരണയുണ്ടാക്കിയാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നതാണ് CPIM-നും കോൺഗ്രസിനും മുന്നിലുള്ള വെല്ലുവിളി. ഏതായാലും തിരഞ്ഞെടുപ്പ് നീക്കുപോക്കിന് വർദ്ധിച്ച സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ദില്ലിയിലെ AICC ആസ്ഥാനത്തു നിന്നും എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.